ഗുഡ് മോർണിംഗ്. സോ ഇന്ന് 7th of February 2026 സാറ്റർഡേ ആണ്. ആൻഡ് ഞാൻ ന്യൂസ് എല്ലാം ഓടിച്ച് വായിച്ചു നോക്കി. അതിനകത്ത് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് ഓഫീസസിന് 5-day വർക്ക് വീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 5-day വർക്ക് വീക്ക് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓഫീസസ് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഇപ്പോൾ ഉള്ള ടൈമിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ ടൈം അവർ പ്രവർത്തിക്കും. ലഞ്ച് ടൈം കുറയ്ക്കും. ആൻഡ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. മേ ബി ഇലക്ഷൻ അടുത്ത് വരുന്നതുകൊണ്ടായിരിക്കും, മേ ബി വൺ റീസൺ. പിന്നെ ഓർഗനൈസേഷനലി കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ 5 ദിവസം കൊണ്ട് തീർക്കുന്ന പണി 6 ദിവസം കൂടെ ആയിരിക്കും തീർക്കുന്നത്. സോ അങ്ങനെ ഒരു അവധി വരുമ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും. ആസ് വെൽ ആസ് ഗവൺമെൻറ്റിന് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു ലെസ്സർ വർക്ക് ഡേ എന്ന് പറഞ്ഞാൽ ലെസ്സർ പേ. ഇപ്പോൾ കോസ്റ്റ് വൈസ് തന്നെ സേവിങ്സ് അതിനകത്ത് വരും. ആസ് വെൽ ആസ് ഇലക്ട്രിസിറ്റി, വാട്ടർ, വെഹിക്കിൾ എക്സ്പെൻസസ് അങ്ങനെയൊക്കെ കുറയും. സോ ഇറ്റ്സ് എ വിൻ വിൻ. ബട്ട് പബ്ലിക്കിൻ്റെ കാര്യത്തിലാണ് ഡൗട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഹോളിഡേയ്സും ഈ വീക്കെൻഡ്സും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പബ്ലിക് സർവീസ് അല്ലെങ്കിൽ പബ്ലിക്കിന് ഏർജൻ്റായിട്ടുള്ള നീഡ്സ് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റാതെയാവും, വിച്ച് ഈസ് എ ഡ്രോബാക്ക്. ഈ 5-day വർക്കിംഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഐറണി കൂടെയുണ്ട്. കാരണം റീസെൻ്റ്ലി ലാസ്റ്റ് മന്ത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് യൂണിയനും ബാങ്ക് അസോസിയേഷനും ഒരു സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ 5-day ബാങ്കിങ്. ആസ് എ ബാങ്ക് എംപ്ലോയി 5-day ബാങ്കിങ് കുറേ നാളായിട്ട് ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓൾ ദ ബാങ്കേഴ്സ്. ആൻഡ് അസോസിയേഷൻസും എല്ലാവരും അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റിൽ യെറ്റ് ടു അപ്രൂവ്. ഇപ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് RBIയും പിന്നെ എന്താ പറയുക നമ്മുടെ LICക്കും എല്ലാം 5-day ആണ് വർക്ക് വീക്ക്. അപ്പോൾ വൈ നോട്ട് ബാങ്ക്സ് ഓൾസോ ഗെറ്റ് 5-day വർക്ക് വീക്ക് എന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. ആൻഡ് അപ്പോഴാണിപ്പോൾ ഈവൻ ദ ഗവൺമെൻറ് ഹാസ് സ്റ്റാർട്ടഡ് അഡ്വക്കേറ്റിംഗ് ഫോർ എ 5-day വർക്ക് വീക്ക്. നമ്മളിപ്പോൾ 5-day വർക്ക് വീക്കൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ യൂറോപ്യൻ കൺട്രീസ് സച്ച് ആസ് ഫിൻലൻഡിലൊക്കെ അവർ 4-day വർക്ക് വീക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ പ്രൈവറ്റ് സെക്ടറും ഐ തിങ്ക് ഈ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കാരണം ഓൾ എംപ്ലോയീസ് ആർ ഹ്യൂമൻസ് അറ്റ് ദി എൻഡ്. സ്റ്റാർട്ടപ്സിൽ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ആ ഒരു ഗ്രോത്ത് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വെച്ച് പോകുമ്പോൾ നമുക്ക് വർക്ക് ബിക്കംസ് ലൈഫ്. അപ്പോൾ അങ്ങനത്തെ കേസസ് അല്ലെങ്കിൽ അങ്ങനത്തെ എൻവയറമെൻറ്റൽ 5-day വർക്ക് വീക്ക് പോസിബിൾ ആവില്ല. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താവും നമുക്കറിയില്ല. മേ ബി ഓൾ ആർ എംപ്ലോയീസ്, എല്ലാവർക്കും വർക്ക് ലൈഫ് ബാലൻസ് ഇസ് എസെൻഷ്യൽ. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ന്യൂസ് ഇസ് റിഗാർഡിംഗ് ഭാരത് ടാക്സി. ഭാരത് ടാക്സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ ഇനിഷ്യേറ്റീവാണ്. അൾട്ടിമേറ്റ്ലി ഇൻ്റർമീഡിയേറ്റ്സിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് റൈഡേഴ്സിനാണ് മെയിൻ പ്രയോറിറ്റി. ആൻഡ് കമ്മീഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് പൈലറ്റ് ഫേസ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഡൽഹി NCR റീജിയനിലും ഗുജറാത്തിലുമാണ്. നല്ല റെസ്പോൺസാണ് വരുന്നത്. ഒരുപാട് ഇൻറ്റിഗ്രേഷൻസും അവർ ചെയ്യുന്നുണ്ട്, മെട്രോസ് ആയിട്ടും എല്ലാം. ആൻഡ് നല്ല രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ട്രാവൽ കോസ്റ്റ് ട്രാവലേഴ്സിന് കുറയ്ക്കാൻ പറ്റും. ആസ് വെൽ ആസ് ഡ്രൈവേഴ്സിന് കമ്മീഷൻ അല്ലാതെ ആ ഒരു ഫുൾ ഫെയർ എമൗണ്ട് വെക്കാനും പറ്റും. ഇറ്റ്സ് എ വിൻ വിൻ. ബട്ട് പ്രശ്നം വരാൻ പോകുന്നത് ഊബർ, ഓല, റാപ്പിഡോ അങ്ങനത്തെ കമ്പനീസിനാണ്. കാരണം റൈഡേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് കൂടുതലും ഈ പ്ലാറ്റ്ഫോമായിരിക്കും അവർ ഫേവർ ചെയ്യുക, കാരണം കമ്മീഷൻസ് കൊടുക്കണ്ടല്ലോ. ആൻഡ് ഊബറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ഇന്നലെ നമ്മൾ ഊബറിൻ്റെ ഒരു സ്റ്റോറി ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറയാൻ വിട്ടുപോയി ഒരു കാര്യം, വിച്ച് ഇസ് ഊബറിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് സൂപ്പർ പംപ്ഡ്. സൂപ്പർ പംപ്ഡ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഊബറിൻ്റെ ഫൗണ്ടിങ് സ്റ്റോറി, ഗ്രോത്ത് സ്റ്റോറിയൊക്കെ ഹൈലി റെക്കമെൻഡഡ്. വളരെ എൻഗേജിങ്ങും മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു സീരീസാണ്. ജോസഫ് ഗോർഡൻ ലൂവിറ്റ് സൂപ്പർബായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളൊരു സീരീസാണ്. ഡു ചെക്ക് ഔട്ട് ടൈം ഉണ്ടെങ്കിൽ. സോ അത് ഇന്നലെ പറയാൻ പറ്റുപോയി. സ്പോർട്സ് ന്യൂസിലോട്ട് വരികയാണെങ്കിൽ വൺസ് അഗെയിൻ ഇന്ത്യ അണ്ടർ-19 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചു. വൈഭവ് സൂര്യവംശി ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ച്. 80 ബോൾസിൽ നിന്ന് ചെക്കൻ 175 റൺസാണ് എടുത്തത്. ഇംഗ്ലണ്ടിനെ ആയിരുന്നു ഫൈനലിൽ ബീറ്റ് ചെയ്തത്. വേറൊരു ന്യൂസ്, റീസെൻറ്റ് ന്യൂസ് അല്ല, ലാസ്റ്റ് മന്ത് നടന്നതാണ്.
ഹോണ്ട അല്ലേ, നമ്മുടെ ഹോണ്ട കാർസ് മാനുഫാക്ചർ ചെയ്യുന്ന ഹോണ്ട അവരുടെ ലോഗോ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ലോഗോയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ആ റെക്റ്റാങ്കിൾ ബോർഡറൊന്നുമില്ല. എച്ച് കുറച്ചും കൂടെ ഇലോങ്ങേറ്റ് ആയിട്ടുണ്ട്. അവരിവരുടെ പുതിയ EV ലൈനിനാണ് ഈ ലോഗോ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഈ ലോഗോ കണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയാൻ പറ്റിയത്, ഈ ലോഗോ ആക്ച്വലി അവരുടെ പഴയ ലോഗോ ആയിരുന്നു. ആ പഴയ ലോഗോയാണ് ഒന്നും കൂടെ ഇമാജിൻ ചെയ്ത് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പല കമ്പനീസും ഇതുപോലെ ലോഗോസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ മാസ്റ്റർ കാർഡ്, അല്ലെങ്കിൽ മഹീന്ദ്ര, പിന്നെ എന്താ പറയാൻ പറ്റുക, ഫെഡറൽ ബാങ്ക്. റീസെൻ്റ്ലി ലോഗോ ചേഞ്ച് ആയ കുറച്ച് കമ്പനീസാണ്. ആൻഡ് ഇതവർ ചെയ്യുന്നത് ഇസ് ടു സ്റ്റേ ഫ്രഷ്, റെലവൻറ്റ് ആൻഡ് ടു അപ്പീൽ വൈഡർ ഓഡിയൻസസ്. ഓരോ വർഷവും പുതിയ ജനറേഷൻസാണ് വരുന്നത് ആൻഡ് ദെയർ ലൈക്കിങ്സ് ആർ ഡിഫറെൻറ്റ്. അത് പറഞ്ഞിട്ടാണ് മിക്ക കമ്പനീസും ലോഗോസ് ചേഞ്ച് ചെയ്യാറുള്ളത്. ആൻഡ് ചില ചേഞ്ചസ് ബാക്ക് ഫയർഡ് ആവാറുമുണ്ട്. ഫോർ എക്സാമ്പിൾ ജാഗ്വറിൻ്റെ ചേഞ്ച് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്രം സിഗ്മ ടു പൂക്കി ആയ പോലെ ആയിരുന്നു ജാഗ്വർ. അതുപോലെ പല ചേഞ്ചസും സംഭവിക്കാറുണ്ട്. ഹോണ്ടയുടെ ചേഞ്ച് ലെറ്റ്സ് സീ മോഡൽസ് വരുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഒരു സെഗ്മെൻറ്റും കൂടെ ആഡ് ചെയ്യാണ്, വിച്ച് ഈസ് എ വേർഡ് ഫോർ ദ ഡേ. ആൻഡ് ഇന്നത്തെ വേർഡ് ഇസ് എൻറാപ്ചർ. ENRAPTURE, എൻറാപ്ചർ. സോ എൻറാപ്ചർ എന്ന് പറഞ്ഞാൽ ഇസ് ടു മേക്ക് സം വൺ ഫീൽ വെരി ഹാപ്പി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആരെങ്കിലുമൊക്കെ ഒന്ന് ഹാപ്പി ആക്കുക, മേ ബി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വൺ.